ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു ചെറിയ ഈവനിങ് വ്ലോഗാണ്. ഇന്ന് സാറ്റർഡേ ആണ്. സോ വൈകുന്നേരം ഒരു ഉറങ്ങാൻ നോക്കി, പക്ഷെ ഉറങ്ങിയൊന്നുമില്ല. നമ്മുടെ പാറു ഉറങ്ങി എഴുന്നേറ്റപ്പോൾ തൊട്ട് അവൾക്ക് വാഴയ്ക്കൊപ്പം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. സോ സ്വന്തമായിട്ട് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ബാക്ക്ഗ്രൗണ്ടിലൊരു നോയ്സ് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ആ നോയ്സ് മാറിയതിന് ശേഷം പറയാം എന്താണ് നോയ്സ് എന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴയ്ക്കപ്പം റെസിപ്പി എല്ലാവർക്കും അറിയായിരിക്കും വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നത്, പക്ഷേ അറിവില്ലാത്ത കുറച്ച് പേരുണ്ടാകും. അപ്പം നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വാഴയ്ക്കപ്പം റെസിപ്പി നമുക്ക് പാറുവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ ചോദിച്ച് മേടിക്കാം. പാറു എങ്ങനെയാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നത് നോക്കാം. സോ ലെറ്റ്സ് വാച്ച് ദ വാഴയ്ക്കപ്പം മേക്കിംഗ് വ്ലോഗ്. ആദ്യം പഴം. ഓക്കെ, രണ്ട് സ്പൂൺ മൈദ, 2 സ്പൂൺ 2-3 സ്പൂൺ മൈദ ഇടുന്നുണ്ട്. അത് 1 2 3 4 5 6. 2 സ്പൂൺ പറഞ്ഞിട്ട് 6 5.5 6. ഇനി അരിപ്പൊടിയാണ് ഇടുന്നത്. അരിപ്പൊടി, ഉപ്പും. ഇനി ഉപ്പല്ല, നമ്മൾ ഉപ്പ് ആക്ച്വലി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. നമ്മൾ ഒരു ഷുഗർ ഇട്ടാൽ മതി. മതി. അത് 2 സ്പൂൺ ആയി. 2 സ്പൂൺ ഷുഗർ ഇട്ട് ഇനി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു നുള്ളുപ്പ് 1/4 സ്പൂൺ. വേണ്ട. ഓക്കെ, ഇത്തിരി ഉപ്പ്, കുറച്ചുപ്പ് കാണുന്നില്ല. സ്പൂണിലുപ്പ്. ഇനി ഒരു മെയിൻ ഐറ്റമാണ് മഞ്ഞപ്പൊടി, കളർ, നാച്ചുറൽ കളർ. മതി. ഇത്രയും മഞ്ഞപ്പൊടി ഇട്ട് സോ നമ്മുടെ ഇവിടെ എണ്ണ ഇരിപ്പുണ്ട്. ആക്ച്വലി ഇത് ലെഫ്റ്റ് ഓവർ എണ്ണയാണെന്ന് തോന്നി. ഇന്നലെ മോദകം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് എണ്ണയും പിന്നെ നമ്മൾ കുറച്ച് അഡീഷണൽ എണ്ണ എടുത്തു. പാറു ബാറ്റർ പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. നല്ല തിളച്ച എണ്ണയിലോട്ട് വേണം നമുക്കിത് ഇടാൻ വേണ്ടിയിട്ട്. അടച്ചു.
ഓക്കെ ഗൈസ്, സെക്കൻഡ് ബാച്ച് അങ്ങനെ പ്രോസസ്സിങ്ങിലാണ്. ഫസ്റ്റ് ബാച്ച് കഴിഞ്ഞു. ഇനി ഇത്രയും ബാറ്ററേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത്രയും ബാറ്ററേ ഉള്ളൂ. ഇനി 4 ഉണ്ട് ഇനി. സോ ഗൈസ്, നമ്മുടെ വാഴയ്ക്കപ്പം അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. സോ വാഴയ്ക്കപ്പത്തിന്റെ ആളെ ഞാൻ കാണിക്കാം. കഴിച്ചു നോക്ക്. ഓക്കെ, പാറു തന്നെ കഴിച്ചു നോക്ക്. പാറു ഫസ്റ്റ് കഴിച്ചു നോക്ക്. സോ ഗൈസ്, നമ്മുടെ വാഴയ്ക്കപ്പം അങ്ങനെ റെഡിയായി. പാറു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ഒരെണ്ണം എടുത്തിട്ടുണ്ട്. സോ അത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. ഒരു ചെറിയ വ്ളോഗായിരുന്നു. അടുത്ത വ്ളോഗുമായിട്ട് വരാം. Till then, bye bye. കരിഞ്ഞ് എത്തിക്കുമ്പോൾ ബൈ.